ജനിച്ച നിമിഷം തന്നെ ലോകം മുഖം തിരിച്ചു നിൽക്കുന്നത് എത്ര വേദനാജനകമാണ്. ആലോചിച്ചു നോക്കൂ. പിറന്നു വീണ മണ്ണിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതിന് പകരം അവഗണിക്കപ്പെടുക എന്നത് എത്ര ഭീകരമായ അവസ്ഥയാണ്. ജൂലൈ 26 ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിൽ പഞ്ച് എന്ന ജാപ്പനീസ് മക്കാക്കുഞ്ഞ് ജനിച്ചപ്പോൾ സംഭവിച്ചതും അതാണ്. ലുപിൻ ദി തേർഡ് എന്ന വിഖ്യാത സൃഷ്ടിയുടെ ഉപജ്ഞാതാവായ ഇതിഹാസകാരൻ മങ്കി പഞ്ചിനോടുള്ള ആദരസൂചകമായാണ് അവന് ആ പേര് നൽകിയത്. പാഞ്ചികൂൻ എന്ന് ജാപ്പനീസ് പേര്, പഞ്ച് എന്ന് ഇംഗ്ലീഷ് പേര്. ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞ സുരക്ഷിതമായ ആലിംഗനത്തിന് പകരം അവന് ലഭിച്ചത് കൊടും തണുപ്പുള്ള അവഗണനയായിരുന്നു. അവനെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കാതെ അവന്റെ അമ്മ നടന്നു നീങ്ങി. അമ്മയുടെ സ്നേഹം എന്തെന്നറിയും മുൻപേ അത് മോഷ്ടിക്കപ്പെട്ട നിർഭാഗ്യവാൻ. കാലാവസ്ഥ വ്യതിയാനമുണ്ടാക്കിയ മാനസിക പ്രശ്നങ്ങൾ കാരണമാകാം അമ്മയുടെ അവഗണനയെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. മാസങ്ങളോളം പ്ലാസ്റ്റിക് കുപ്പിയിലെ പാൽ മാത്രമായിരുന്നു അവന്റെ ജീവൻ നിലനിർത്തിയത്. മൃഗശാലയിലെ ജീവനക്കാരുടെ കൈകൾ അവന് അമ്മയുടെ കരുതൽ നൽകാൻ ശ്രമിച്ചു. എന്നാൽ മനുഷ്യരുടെ സ്നേഹത്തിന് ഒരമ്മയുടെ ഹൃദയമിടിപ്പിന് പകരമാകാൻ കഴിയുമോ? 2026 ജനുവരി 19 പഞ്ചിനെ മങ്കി മൗണ്ടനിലെ വലിയ ലോകത്തേക്ക് തുറന്നുവിട്ടു. അവിടെ 60ഓളം കുരങ്ങുകൾ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നാൽ സാമൂഹിക ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്ത ആ കുഞ്ഞിന് അതൊരു വീടായിരുന്നില്ല, മറിച്ച് ഒരു യുദ്ധക്കളമായിരുന്നു. അവിടെയാണ് ക്രൂരമായ ബുള്ളിങ് ആരംഭിക്കുന്നത്. അവനെ ചേർത്ത് പിടിക്കാൻ ഒരമ്മയില്ലാത്തത് കൊണ്ട് മറ്റു കുരങ്ങുകൾ അവനെ ഒറ്റപ്പെടുത്തി. അവർ അവനെ ആട്ടി ഓടിച്ചു. ആ കുഞ്ഞു മനസ്സ് വല്ലാതെ തകർന്നുപോയി. കടുത്ത ഉത്കണ്ഠയും ഒറ്റപ്പെടലും ആ മുഖത്ത് നിഴലിച്ചു. വിഷാദത്തിന്റെ പടുകുഴിയിൽ വീണുപോയ ഒരു കുഞ്ഞു കുരങ്ങൻ. പക്ഷേ ആ വിറയ്ക്കുന്ന ശരീരത്തിനുള്ളിൽ തളരാത്ത ഒരു മനസ്സുണ്ടായിരുന്നു. നിരന്തരമായ പരിഹാസങ്ങൾക്കിടയിലും പഞ്ചി മാനസികമായി കരുത്തനാണ് എന്ന് മൃഗശാലയിലെ ജീവനക്കാർ തിരിച്ചറിഞ്ഞു. കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ നാളം പോലെ. ഒടുവിൽ അവന് ആശ്വാസമായി ഒരാളെത്തി. അതൊരു ഐക്കിയ ഓറംകുട്ടാൻ പ്ലഷി പാവക്കുട്ടിയായിരുന്നു. വെറും ഒരു പഞ്ഞിപ്പാവ. പക്ഷെ പഞ്ചിക്ക് അത് വെറും ഒരു കളിപ്പാട്ടമായിരുന്നില്ല, അത് അവന്റെ രക്ഷകനായിരുന്നു. ആ പാവയെ കണ്ട നിമിഷം പഞ്ചി അതിലേക്ക് അലിഞ്ഞു ചേർന്നു. നഷ്ടപ്പെട്ട അമ്മയെ തിരിച്ചു കിട്ടിയതുപോലെ അവൻ ആ പാവയെ ഇറുകെ പുണർന്നു. ആ പാവയുടെ രോമമുള്ള നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൻ കിടന്നു. തന്നെയൊന്ന് സ്നേഹിക്കാൻ തന്നെ തള്ളിപ്പറയാത്ത ഒരാളെ അവന് ഒടുവിൽ ലഭിച്ചിരിക്കുന്നു. ഓറൻ അമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെട്ട ആ പാവക്കുട്ടി പഞ്ചിയുടെ അമ്മയായി മാറി. മുറിവേറ്റ മനസ്സുകൾക്ക് ആശ്വാസം ലഭിക്കാൻ ഒരു ചെറിയ സ്പർശനം മതിയെന്ന വലിയ സത്യം അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ലോകം മുഴുവൻ കരഞ്ഞു. പഞ്ചി ആ പാവയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രം കണ്ടപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റപ്പെടലോ പരിഹാസമോ അനുഭവിച്ച ഓരോ മനുഷ്യനും സ്വന്തം മുഖം അവനിൽ കണ്ടു. ഹാൻഡ്ലിംഗ് ദെയർ പഞ്ച്, പിടിച്ചു നിൽക്കൂ പഞ്ചി എന്ന ഹാഷ്ടാഗ് ലോകമെമ്പാടും തരംഗമായി. അത് വെറും ഒരു ഹാഷ്ടാഗ് ആയിരുന്നില്ല, അനാഥനായ ആ കുഞ്ഞിന് ലോകം നൽകിയ ഡിജിറ്റൽ ആലിംഗനമായിരുന്നു അത്. ഇന്ന് പഞ്ചി മങ്കി മൗണ്ടനിൽ ഒറ്റയ്ക്കല്ല. അവന്റെ കഥ കേട്ടറിഞ്ഞ് സാക്ഷാൽ IKEA അധികൃതർ അവിടെ എത്തി. അവന് കൂട്ടായി 33 പാവക്കുട്ടികളെ സമ്മാനിച്ചു. ഇപ്പോൾ അവൻ ഒരുപാട് പാവക്കുട്ടികൾക്ക് നടുവിൽ സ്നേഹത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ പോരാളിയായിരിക്കുന്നു. തിരസ്കാരവും പരിഹാസവും മനസ്സിനെ എത്ര ആഴത്തിൽ മുറിപ്പെടുത്തിയാലും സ്നേഹം കൊണ്ട് അതൊരു പാവക്കുട്ടിയുടേതായാൽ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകും എന്ന് പഞ്ചി നമ്മളെ പഠിപ്പിക്കുന്നു. തളരരുത് പഞ്ചി, ഈ ലോകം മുഴുവൻ നിന്നെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്നു.